89.6 FM Sargakshetra Radio Garage. സർഗക്ഷേത്ര 89.6 FM ഇനിയുള്ള 2 മണിക്കൂറിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ റേഡിയോ തുടങ്ങിയതിനു ശേഷം ഇതുവരെ ഇടപെടാത്ത ഒരു മേഖലയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോകുകയാണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഒത്തിരി മാറ്റങ്ങൾ എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി വാഹനപ്രേമികൾ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിരന്തരമായി നമുക്ക് വരുന്ന മെസ്സേജുകളായിരുന്നു, എന്താണ് വാഹനപ്രേമികൾക്ക് വേണ്ടി റേഡിയോയിൽ ഒരു സെഗ്മെന്റ് തുടങ്ങാത്തത്? വാഹനപ്രേമികളായിട്ടുള്ള ഞങ്ങളെ നിങ്ങൾ മറക്കുവാണോ? ഞങ്ങളെ ഓർക്കുന്നില്ലേ? അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഒരു 2 മണിക്കൂറിൽ സംഭവിക്കാൻ പോകുന്നത്. ഉത്തരം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലോ ഇതിനുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അല്ലെങ്കിൽ ഇന്നത്തെ 2 മണിക്കൂർ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. എൻ്റെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട കെവിൻ ഉണ്ട്. ഹലോ കെവിൻ. ഹായ്. കെവിൻ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ആർക്കും മനസ്സിലായെന്ന് വരില്ല. പക്ഷെ കെവിൻ ആരാണ്, എന്താണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും കെവിനിലേക്ക് എത്താൻ പറ്റും. എന്തായാലും ഞാനൊരു സൂചന തരാം. 2 മണിക്കൂർ നമ്മൾ വാഹന കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. പുതിയ ഒരു വാഹനത്തെ പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണല്ലോ കെവിൻ? അതെ. ഓക്കെ. അപ്പോൾ പുതിയ വാഹനത്തെ പറ്റി ചർച്ച ചെയ്യുന്നതിന് മുൻപ് പുതിയ വാഹനത്തെ പറ്റി കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വന്നിട്ടുള്ള ആളുടെ പേര് കെവിനാന്ന് പറഞ്ഞു. കെവിൻ ശരിക്കും ആരാണ് കെവിൻ? ഞാനൊരു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആണ്. വാഹനങ്ങളെ പറ്റി സംസാരിക്കുക, വാഹനങ്ങളെ പറ്റി പഠിക്കുക, വാഹനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഹോബി. ഓക്കെ. കെവിന്റെ നാട് എവിടെയാണ്? എൻ്റെ സ്ഥലം മല്ലപ്പള്ളിയാണ്. മല്ലപ്പള്ളിക്കാരനാണ് കെവിൻ. ഇങ്ങനെ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു ജേർണലിസം ഉണ്ടോ എന്നൊക്കെ പോലും പലരും ആലോചിക്കുന്നുണ്ടാവും കേട്ടോ. ഇപ്പൊ കെവിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയത്, പല കമ്പനികൾ വാഹനങ്ങൾ പുറത്തിറക്കി കമ്പനി, അതായത് ഫാക്ടറിയിൽ നിന്ന് ഷോറൂമിലേക്ക് എത്തുന്നതിന് മുൻപേ ഫാക്ടറി അല്ലെങ്കിൽ കമ്പനി നേരിട്ട് വിളിച്ച് കേരളത്തിലേക്ക് വാഹനം എത്തുന്നതിന് മുൻപേ വാഹനം കാണാനും ഓടിക്കാനും അവസരം കിട്ടുന്ന ആളാണ് കെവിൻ. ശരിയാണോ? തീർച്ചയായിട്ടും. ഓക്കെ. അതൊരു ചെറിയ പരിപാടി അല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കെവിന്റെ ഈ വിനയമൊക്കെ ശരിക്കും പറഞ്ഞാൽ വിനയം തന്നെയാണ് കേട്ടോ. കെവിൻ ഭയങ്കരമാണ് ആള്. അപ്പോൾ കെവിൻ, നമ്മള് വാഹനങ്ങൾ ഇങ്ങനെ ഓരോ മാസം നോക്കുമ്പോഴും പുതിയ വണ്ടികൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതുപോലെ പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന, ഏറെക്കുറെ ഇറങ്ങിയെന്ന് തോന്നുന്നു, മാരുതി പുറത്തിറക്കിയിട്ടുള്ള വിക്ടോറിയസ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള വാഹനവും ഇത് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ കെവിൻ, അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് വിക്ടോറിയസിനെ പറ്റിയുള്ള ചർച്ചകൾ ഒരുപാടിടങ്ങളിൽ പലതരത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാര തിരിച്ചു പോകുമോ, അല്ലെങ്കിൽ ബ്രസ തിരിച്ചു വിളിക്കുമോ, അല്ലെങ്കിൽ വിക്ടോറിയസ് മൊത്തത്തിൽ വാഴുമോ, ഇങ്ങനെ പല ചർച്ചകൾക്കും ചോദ്യങ്ങൾക്കും ഇടയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മുഴുവൻ വിക്ടോറിയസിനെ പറ്റിയാണ്. തീർച്ചയായിട്ടും. റേഡിയോയിൽ വാഹനത്തെ പറ്റി ചർച്ച ചെയ്യുന്ന 2 മണിക്കൂർ ഇവിടെ ആരംഭിക്കും കേട്ടോ. കൂടെ കെവിൻ ഉണ്ട്, കെവിന്റെ കൂടെ ഞാനും ഉണ്ട്, പിന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും ഉണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra Radio Garage. സർഗക്ഷേത്ര 89.6 FM നമ്മൾ വാഹനങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 2 മണിക്കൂറിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിനുവുണ്ട്, എൻ്റെ കൂടെ കെവിനുമുണ്ട്. അപ്പം നമ്മൾ രണ്ടും കൂടി സംസാരിക്കാൻ പോകുന്നത് ഏത് വാഹനത്തെ പറ്റിയാണെന്നും ഒരു സൂചന തന്നിരുന്നു. അതായത് മാരുതി വളരെയധികം സന്തോഷത്തോടെ പുറത്തിറക്കിയിട്ടുള്ള വിക്ടോറിയസ്. അപ്പോൾ കെവിൻ, ശരിക്കും ആദ്യം എന്താണ് വിക്ടോറിയസ് എന്ന് ചോദിച്ച, അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. വിക്ടോറിയസ് എന്നത് കംപ്ലീറ്റ്ലി അവരുടെ പുതിയൊരു വാഹനം തന്നെയാണ്. ഗ്രാൻഡ് വിറ്റാര നെക്സ ഡീലർഷിപ്പ് വഴി ആണ് നമുക്ക് ലഭിക്കുക. മാരുതിക്ക് 2 ഡീലർഷിപ്പുകളാണ് ഉള്ളത്, നെക്സയും അറീനയും. അതായത് ഒരു പ്രീമിയം ലക്ഷറി കാറ്റഗറി വാഹനം എന്ന് മാരുതി വിശേഷിപ്പിക്കുന്ന കുറച്ച് വാഹനങ്ങൾ, ബലേനോ, ഇഗ്നിസ്, ജിംനി പോലുള്ള വാഹനങ്ങൾ, ഗ്രാൻഡ് വിറ്റാര വരെയുള്ള വാഹനങ്ങൾ നമുക്ക് നെക്സ ഡീലർഷിപ്പിലാണ് കിട്ടുക. എന്നാൽ അരീനയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓൾട്ടോ, എക്സ്പ്രസോ, വാഗണാർ തുടങ്ങിയ വാഹനങ്ങളെല്ലാം തന്നെ അരീനയിലാണ് കിട്ടും. അപ്പോൾ അവിടെ ബ്രസ വരെയുള്ള ഒരു പ്രൈസ് പോയിന്റ് മാത്രമേ ഉള്ളൂ. അതായത് ഒരു 14 ലക്ഷം 15 ലക്ഷം രൂപ വരെയുള്ള പ്രൈസ് പോയിന്റ് വരെ ഉള്ളൂ. അപ്പം അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ ഒരു പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹനം. അതായത് ഒരു ഗ്രാൻഡ് വിറ്റാര നെക്സയിലുണ്ട്, ഒരു 25 lakhs വരെയുള്ള വാഹനം, ഒരു പ്രൈസിലുള്ള വാഹനം നെക്സയിലുണ്ടെങ്കിൽ അരീനയിലില്ല. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് വിറ്റാരയുടെ സെയിം പ്ലാറ്റ്ഫോമിലുള്ള ഒരു സെയിം സെഗ്മെന്റിലുള്ള ഒരു വാഹനം, ബ്രസ കഴിഞ്ഞിട്ട് ഉള്ള ഒരു വാഹനം, ബ്രസയ്ക്ക് ശേഷം അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വാഹനമാണ് വിക്ടോറിയസ്. അതായത് അരീന ഡീലർഷിപ്പിൽ മാത്രമേ വിക്ടോറിയസ് കിട്ടുകയുള്ളൂ. കംപ്ലീറ്റ്ലി പുതിയൊരു വാഹനം തന്നെയാണ് വിക്ടോറിയസ്. ഓക്കെ. അപ്പോൾ മൊത്തത്തിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഏറെക്കുറെ തീരുന്നൊരു സമയമാണ്. പുതിയൊരു വണ്ടിയാണ്, അരീന ഡീലർഷിപ്പിൽ കിട്ടുന്ന വാഹനമാണ്. ഇനി ഇത് ഷോറൂമിലേക്ക് എത്തിയോ? ഇപ്പൊ കെവിൻ ഈ വിക്ടോറിയസ് ഓടിച്ചിട്ട് കുറച്ചധികം നാളായി ഞങ്ങൾക്ക് മനസ്സിലായി. നിലവിലെ സാഹചര്യത്തിൽ എന്താണ് അവസ്ഥ? നിലവിലെ ഷോറൂംസിൽ വണ്ടി എത്തിയിട്ടുണ്ടാകണം, ഡിസ്പ്ലേ വാഹനങ്ങൾ ഉണ്ടാകണം. ടെസ്റ്റ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു നമുക്ക് വിളിച്ചു ചോദിച്ചാൽ മാത്രമേ അറിയാവുള്ളൂ. ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ട് 10,49,000 രൂപയ്ക്കാണ് വിക്ടോറിയസിന്റെ വില ആരംഭിക്കുന്നത്. 10,49,000 പറഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാരയെക്കാളും വില അല്പം കുറവാണ്. തീർച്ചയായിട്ടും. 30,000 രൂപയുടെ വ്യത്യാസം തന്നെ
പ്രൈസ് നോക്കുമ്പോഴുണ്ട്. ഓക്കെ, അപ്പോൾ വാഹനപ്രേമികളെല്ലാം വളരെയധികം സന്തോഷിപ്പിക്കുന്ന തരത്തിൽ വിക്ടോറിയസ് കളത്തിലിറങ്ങാൻ പോകുകയാണ്. വിക്ടോറിയസ് കളം പിടിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും കളം പിടിക്കും. കെവിൻ പറയുന്നത് ഇത്രത്തോളം ഈ മേഖലയിൽ, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആയിട്ടുള്ള കെവിൻ പറയുന്നത് കളം പിടിക്കുമെന്നാണ്. ഓക്കെ, റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷമാണ് വിക്ടോറിയസിനെ പറ്റി നമ്മൾ ആഴത്തിൽ അല്ലെങ്കിൽ ഇഴകീറി പരിശോധിക്കാൻ പോകുന്നത്. പരിശോധിക്കാമല്ലോ? തീർച്ചയായിട്ടും. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോയിൽ 2 മണിക്കൂറായിട്ട് നമ്മൾ വിക്ടോറിയസിനെ പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂർ നമ്മൾ ഇത് തന്നെ സംസാരിക്കും. അപ്പോൾ ആധികാരികമായിട്ട് വിക്ടോറിയസിനെ പറ്റി പറഞ്ഞു തരാൻ വേണ്ടി കെവിൻ ഉണ്ട് കൂടെ. ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആണ് കെവിൻ. അതോടൊപ്പം നമ്മൾ വിക്ടോറിയസിന്റെ നിലവിലെ സാഹചര്യം മുതൽ ഇനി അങ്ങോട്ട് വിക്ടോറിയസിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതടക്കമാണ് ചോദിക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് ഇത് നമ്മുടെ കൊക്കിലൊതുങ്ങുമോ എന്നുള്ളത് ചോദിച്ചു തുടങ്ങണമല്ലോ കെവിൻ? തീർച്ചയായിട്ടും. വിക്ടോറിയസിന്റെ വില, റേറ്റ് എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടം വരെ എത്തുന്നു? ഇതാണ് ഏറ്റവും ആദ്യം ഒരു വാഹനം ഇറങ്ങുമ്പോൾ ഒത്തിരി പേർക്ക് അറിയേണ്ടത്. അങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം പിന്നെയാണല്ലോ ആലോചനകൾ വരുന്നത്. നമുക്ക് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് സാഹചര്യം? അപ്പോൾ നിലവിൽ വിക്ടോറിയസിന്റെ വിലകൾ എങ്ങനെയാണ്? നിലവിൽ 10,49,000 രൂപയ്ക്കാണ് എക്സ്ഷോറൂം വില ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു 19,49,000 രൂപ വരെയാണ് വിവിധ വേരിയന്റ്സിൽ പ്രൈസ് 10 ലക്ഷം മുതൽ 19 ലക്ഷം 9 ലക്ഷം വരെയുള്ള വേരിയന്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ബ്രസയ്ക്ക് ശേഷം ബ്രസ ഒരു 14 ലക്ഷം കൊണ്ട് ബ്രസയുടെ തീരുകയാണ് ടോപ്പ് എൻഡ്. സോ അടുത്തൊരു 6 ലക്ഷം 7 ലക്ഷം ഗ്യാപ്പിലേക്കാണ് ഈ ഒരു വിക്ടോറിയസിനെ വന്നിരിക്കുന്നത്. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് എനിക്ക് തോന്നുന്നു 23 ലക്ഷം. അതെ, അത് ഓൺ റോഡ് വരുമ്പോൾ 23 ലക്ഷം രൂപ വരും. ഈ 19,50,000 രൂപ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ എക്സ്ഷോറൂം വരുന്ന വാഹനം ഓൺ റോഡ് വരുമ്പോൾ എന്തായാലും ഒരു 23-22 ആ ഒരു റേഞ്ചിലേക്ക് വരും. GST വന്നതുകൊണ്ട് ചില വ്യത്യാസങ്ങൾ ഓൺ റോഡിൽ നമുക്ക് പലരും പറയുന്നുണ്ട് വെയിറ്റ് ചെയ്യണം, ചിലപ്പോൾ വാഹനത്തിനൊക്കെ നല്ലതുപോലെ വില കുറയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിക്ടോറിയസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ വിക്ടോറിയസ് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഇതാണെന്നാണ് പറയുന്നത്. വിക്ടോറിയസ് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയമാണ്. ബിക്കോസ് ഒരു വാഹനം ആദ്യമായിട്ട് ഇറക്കുമ്പോൾ അവരൊരു ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ട് ഒരു ഓഫർ പ്രൈസ് ഇറക്കും. ആദ്യത്തെ ഒരു 10,000 ബുക്കിംഗ്സിനോ 15,000 ബുക്കിംഗ്സിനോ ആയിരിക്കും ഈ ഒരു 10,49,000 രൂപ. ചിലപ്പോൾ ഒരു 10,000 ബുക്കിംഗ്സിന് ശേഷം ഒരു 50,000 രൂപയോ 30,000 രൂപയോ കൂടാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൈം തന്നെയാണ്. ഈ ഒരു പ്രൈസിന്റെ ഒരു ബെനിഫിറ്റും GSTയുടെ ആപ്ലിക്കേഷനും ഒരു പക്ഷേ അത്യാവശ്യം നല്ലതുപോലെ വില കുറയാൻ സാധ്യത. അതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു പുതിയ അറിവായിട്ട് എടുത്തിട്ട് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ എടുക്കണം. തീർച്ചയായിട്ടും. ഇപ്പൊ കുറച്ചാൾ കഴിഞ്ഞെടുത്തുന്നൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ കെവിൻ ഇപ്പോൾ പറയുന്ന ഈ ഒരു റേറ്റിന്റെ വേരിയേഷൻ ഒന്നും അപ്പോൾ കിട്ടിയെന്ന് വരില്ല, അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ കെവിൻ ഇപ്പോൾ നമ്മള് 10,49,000 മുതൽ 19,49,000 രൂപ വരെയാണല്ലോ ഇതിന്റെ റേറ്റ് പറഞ്ഞത്. ഇതിനകത്ത് ഏതൊക്കെ വേരിയന്റ് വരുന്നു? ഹൈബ്രിഡ് അല്ലെങ്കിൽ CNG, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ആ വേരിയന്റിന്റെ വ്യത്യാസം? ആ വേരിയന്റിന് എത്ര വില വരാൻ സാധ്യതയുണ്ട്? നിലവിൽ മാരുതിയുടെ ഒരു ഗ്രാൻഡ് വിറ്റാര നോക്കുകയാണെങ്കിൽ നമുക്ക് ഹൈബ്രിഡ് കിട്ടുന്നുണ്ട്. ഏകദേശം 29 കിലോമീറ്റർ മൈലേജ്. 29 കിലോ. ഞാൻ കുറച്ച് നാളായിട്ട് വാഹനം ഉപയോഗിച്ചിട്ടുണ്ട് ഗ്രാൻഡ് വിറ്റാര. അതുകൊണ്ട് സത്യസന്ധമായ കാര്യമാണ്. ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കേരള ഫുൾ ട്രിപ്പ്, ഓൾ കേരള ട്രിപ്പ് അടിക്കാൻ പറ്റുന്ന ഒരു മൈലേജ് ഫിഗർ ആ ഒരു വാഹനത്തിന് തരുന്നുണ്ട്. സോ ആ സെയിം എഞ്ചിനും സെയിം ഹൈബ്രിഡ് ടെക്നോളജി തന്നെയാണ് ഈ ഒരു വിക്ടോറിയസിലേക്ക് വരുമ്പോഴും നമുക്ക് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ മാരുതി ക്ലെയിം ചെയ്യുന്നത് 29 ആണ്. അതായത് ഞാൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് 28 കിട്ടിയെങ്കിൽ നിലവിൽ ഇപ്പോൾ മാരുതി പറയുന്നത് 29 കിലോമീറ്റർ ആണ്. അതായത് ഏകദേശം ഒരു 30 കിലോയോളം വെയിറ്റിൽ റിഡക്ഷൻ ഈ ഒരു വിക്ടോറിയസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 30 കിലോ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പം മൈലേജ് കുറച്ചുകൂടി കൂടുതൽ കിട്ടുമെന്നാണ് മാരുതി ക്ലെയിം ചെയ്യുന്നത്. വാഹനം നമ്മുടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഡിയൻസിന് നമ്മളൊരു മൈലേജ് ഫിഗർ കാഴ്ചവെക്കുന്നത്. ഉറപ്പായിട്ടും അത് റേഡിയോ സ്റ്റേഷന് മുന്നിലൂടെ പാസ് ചെയ്യും. തീർച്ചയായിട്ടും. വണ്ടി കിട്ടാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കോട്ടയം ടൗണിലൂടെ വിക്ടോറിയസ് കെവിൻ കൊണ്ടുവരുന്നത് കാത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ വേറെ ഏതൊക്കെ വേരിയന്റ് ആണ് വരുന്നത്? നമുക്കിപ്പോൾ ഹൈബ്രിഡ് VXI തൊട്ട് VXI എന്നുള്ളൊരു മിഡ് വേരിയന്റ് തൊട്ട് ഹൈബ്രിഡ് നമുക്ക് ലഭിക്കും. അതായത് ഒരു 16 lakhs തൊട്ട് ഹൈബ്രിഡ് കിട്ടും. അതായത് 16 ലക്ഷം രൂപയ്ക്ക് എക്സ്ഷോറൂം വിലയാണ് പറയുന്നത്. 16 ലക്ഷം രൂപയ്ക്ക് ഹൈബ്രിഡ് വിത്ത് 29 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു മോഡൽ. കമ്പയറിംഗ് ടു ഈ ഒരു വിക്ടോറിയസിന്റെ കോമ്പറ്റീറ്ററായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്ര മൈലേജ് കിട്ടുന്ന വേറൊരു വാഹനം ഇല്ല, ഗ്രാൻഡ് വിറ്റാര ഒഴിച്ചു കഴിഞ്ഞാൽ. ഈ കാറ്റഗറിയിൽ ഈ മൈലേജ് വരുന്ന വേറെ വാഹനം ഇല്ല. ഈ ഒരു വിക്ടോറിയസ് കോമ്പീറ്റ് ചെയ്യുന്നത് ഹുണ്ടായി ക്രെറ്റ, സെൽട്ടോസ്, ആസ്റ്റർ ഇങ്ങനെയുള്ള വാഹനങ്ങളായിട്ടാണ്. ആ ഒരു വാഹനങ്ങൾക്കില്ലാത്ത കുറെ അധികം ഫീച്ചേഴ്സും മൈലേജ് ഫിഗേഴ്സുമാണ് മാരുതി ഈ ഒരു വാഹനത്തിന് ഓഫർ ചെയ്യുന്നത്. അത് വല്ലാത്ത, അതായത് മാരുതി
മാരുതി ഈ ഒരു കളം നിറയാനുള്ള പരിപാടിയാണ്. തീർച്ചയായിട്ടും ഹൈബ്രിഡ് ഉണ്ട്, CNG ഉണ്ട്. CNGയിലും നമുക്കൊരു 32-33 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഓക്കെ, CNG. അതെ, ഏത് ഓപ്ഷൻ വേണമെങ്കിലും ആലോചിക്കാം, എങ്ങനെ വേണമെങ്കിലും വണ്ടി ഓടിക്കാം. നമുക്ക് ഇപ്പൊ നമ്മൾ ഏത് റേഞ്ചിൽ ഇടപെടുന്നോ അതിനനുസരിച്ച് നമ്മുടെ പോക്കറ്റിലുള്ള പൈസയുടെ കാലി അല്ലായ്മ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും മൈലേജിന് കുറച്ചുകൂടി ഒരു പ്രാധാന്യം കൊടുത്തിട്ടാണ് CNG അവതരിപ്പിച്ചിട്ടുണ്ട്. ഹൈബ്രിഡ് ഉണ്ട്, മൈൽഡ് ഹൈബ്രിഡ് ഉണ്ട്, ഒരു ചെറിയ മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി ഉണ്ട്. അതിനും ഒരു 22 കിലോമീറ്റർ ആണ് മാരുതി ക്ലെയിം ചെയ്യുന്നത്. സോ 22-ന് മേളിലാണ് എല്ലാ മോഡൽസിനും എല്ലാ വേരിയൻസിനും ക്ലെയിം ചെയ്യുന്ന മൈലേജ്. എന്തായാലും ഇതൊക്കെ തന്നെയാണല്ലോ ഒരു വാഹനത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാന കാരണം. ആ ഒരു കാരണം കൃത്യമായിട്ട് നികത്താൻ, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം മനസ്സിലാക്കിയിട്ട് കൃത്യമായി വാഹനങ്ങൾ പുറത്തിറക്കാൻ മാരുതി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ് കിത്തന ദേത്തി ഹേ, ഏത് വാഹനം എടുത്താലും കിത്തന ദേത്തി ഹേ, എത്ര കിട്ടും പറ. അത് മാരുതി കൃത്യമായിട്ട് അല്ലെ എല്ലാവരുടെയും മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് വിക്ടോറിയസിന്റെ ആ ഒരു കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും കാര്യങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല കേട്ടോ. വിക്ടോറിയസിനെ പറ്റി എനിക്ക് ഇനിയും ഒരുപാട് സംശയങ്ങളുണ്ട്. അത് ഞാൻ ചോദിക്കാൻ തന്നെ വിചാരിച്ചു വന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ എല്ലാ ഉത്തരവും പറയുന്നതായിരിക്കും. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോയിൽ നമ്മൾ വിക്ടോറിയസിന്റെ കഥകൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ, അല്ലെങ്കിൽ വരും മാസങ്ങളിൽ തന്നെ ഇതെല്ലാം നേരിട്ട് അനുഭവിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഇപ്പോൾ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് ഇതായിരുന്നല്ലേ ഞങ്ങളുടെ വാഹനം, ഇവനാണ് നമ്മുടെ വണ്ടി, ഇങ്ങനെയൊക്കെ സ്വന്തമായി സന്തോഷിക്കാനുള്ള വകകൾ നൽകിക്കൊണ്ട് നമ്മുടെ കൂടെയുള്ളത് കെവിനാണ്. കെവിൻ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആണ്. ഒപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ വിക്ടോറിയസിനെ പറ്റിയാണ്. കെവിൻ, നമ്മൾ വിക്ടോറിയസിനെ കോമ്പീറ്റ് ചെയ്യുന്ന മറ്റ് കമ്പനികളുടെ വാഹനങ്ങളെ പറ്റി നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ സെൽട്ടോസ് പറഞ്ഞു, അതുപോലെ ആസ്റ്റർ ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും വിക്ടോറിയസുമായിട്ട് ഏതൊക്കെ രീതിയിൽ അടുത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ട് നിൽക്കുന്നു, ഇതൊക്കെ ഒന്ന് പറഞ്ഞേ. ഇവര് വിക്ടോറിയസോട് യാതൊരു രീതിയിലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് വേണം പറയാൻ. അത്രയധികം ഫീച്ചേഴ്സ് പാക്ഡ് ആയിട്ടാണ് ഈ ഒരു വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് വേറൊരു ഹൈലൈറ്റ് ഉള്ള കാര്യം, വിക്ടോറിയസിന്റെ ഡ്രൈവിന് ശേഷം, വിക്ടോറിയസിന്റെ ഡ്രൈവും ഈ ഒരു അനൗൺസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ക്രെറ്റ ഒരു കിങ് എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, നമ്മൾ അറിഞ്ഞുപോലുമില്ല. അതൊരു കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് തീമിലുള്ള ഒരു വാഹനമാണ്. വീൽസിനൊക്കെ ബ്ലാക്ക് കൊടുത്തു, ഇന്റീരിയറൊക്കെ ഒരു ബ്ലാക്ക് കൊടുത്തു, ഒരു കിങ് എഡിഷൻ എന്നുള്ള രീതിയിൽ. അതായത് ഈ ഒരു വിക്ടോറിയസ് കോമ്പീറ്റ് ചെയ്യുന്നത് ക്രെറ്റ സെഗ്മെന്റിനെയാണ്. നോർമലി ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ പറയുന്നത് ക്രെറ്റ സെഗ്മെന്റ് എന്നാണ് പറയുന്നത്. ഈ ഒരു 10 to 20 lakhs മിഡ് സൈസ് SUV സെഗ്മെന്റ് ക്രെറ്റയാണ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. വേറെ ഒരു വാഹനം ഇതുവരെ ക്രെറ്റനെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ക്രോസ് ചെയ്തിട്ടില്ല. സോ ഇപ്പം MG ആസ്റ്ററിനെ കൊണ്ടുവന്നു, കിയ സെൽട്ടോസിനെ കൊണ്ടുവന്നു, കുഷാക്ക് ഉണ്ട്, ടൈഗൂൺ ഉണ്ട്, അങ്ങനെ നിരവധി വാഹനങ്ങളുണ്ട് ആ ഒരു സെഗ്മെന്റിൽ. പക്ഷേ ക്രെറ്റയ്ക്ക് മുകളിൽ പാടാൻ ആർക്കും പറ്റിയില്ല. ഈവൻ ഗ്രാൻഡ് വിറ്റാര വന്നതും ആ ഒരു ക്രെറ്റനെ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോഴും രണ്ടാമത്തെ ഒരു വാഹനമാണ് ഇറക്കിയിരിക്കുന്നത് മാരുതി. ആ ഒരു ഡോമിനൻസ് ഇതുവരെ ഒരു ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് വേറെ ഒരു വാഹനങ്ങൾക്കും പറ്റിയിട്ടില്ല. അപ്പോ അതാണ് അങ്ങനെ കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വിക്ടോറിയസിനെ കളത്തിലിറക്കുന്നത്. പക്ഷെ അപ്പോഴും കിങ് എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയന്റ് ഇറക്കിയിട്ടുണ്ട്. മേ ബി ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് അത്രയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് വിക്ടോറിയസിൽ കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം ഒന്ന് ക്രെറ്റ പേടിച്ചിട്ടുണ്ടോ സംശയം മാത്രമായിരിക്കണം. പെട്ടെന്ന് വിക്ടോറിയസ് വരുമ്പോ പെട്ടെന്ന് തന്നെ ഒരു കിങ് എഡിഷൻ പുറത്തിറക്കണമെങ്കിൽ ക്രെറ്റ ചിലപ്പോൾ രണ്ടാമത് ആലോചിച്ചിട്ടുണ്ടാവും. വിക്ടോറിയസ് കളം നിറഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു വേരിയന്റ് വേണമല്ലോ, അതായിരിക്കും. സെൽട്ടോസിന്റെ മറ്റ് വാഹനങ്ങൾ എടുത്ത് നോക്കിയാലോ വിക്ടോറിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഈ ഒരു വിക്ടോറിയസിൽ കൊടുത്തിരിക്കുന്നത്. എയ്ഡാസ് ക്രെറ്റയിൽ ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവൽ 2 എയ്ഡാസ് ആണ്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നുള്ളൊരു കാറ്റഗറിയിലാണ് എയ്ഡാസ് കൊടുത്തിരിക്കുന്നത്. അതായത് ഡ്രൈവറിന്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ വാഹനം സിറ്റുവേഷൻസിൽ കൺട്രോൾ ചെയ്യുന്ന, സെൽഫായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എയ്ഡാസ്. ഓട്ടോമാറ്റിക് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റം എന്നാണ് അതിനെ വിളിക്കുക. അതിൻ്റെ ഷോർട്ട് ഫോമാണ് എയ്ഡാസ് എന്ന് പറയുന്നത്. സോ എയ്ഡാസ് നമ്മൾ റോഡിൽ ടെസ്റ്റ് ചെയ്ത സമയത്ത്, റോഡിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. സോ പ്രോപ്പറായിട്ട് ലൈൻ മാർക്ക് ചെയ്താൽ മാത്രമേ എയ്ഡാസ് വർക്ക് ചെയ്യുള്ളൂ. ഇന്ത്യൻ റോഡ് കണ്ടീഷനിൽ അത് ഒരു എത്രമാത്രം ആപ്ലിക്കബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്ഫുൾ ആണ്. ബട്ട് സ്റ്റിൽ പ്രോപ്പറായിട്ട് ലൈൻ മാർക്കിംഗ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ശരി. ഓക്കെ, അപ്പൊ നമ്മുടെ റോഡിൽ ലൈൻ മാർക്ക് ചെയ്ത റോഡിലാണ് നമുക്കത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ലൈൻ കീപ്പ് സിസ്റ്റം, നമ്മൾ ലൈൻ വിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക് പുൾ ബാക്ക് ചെയ്യും. ഫ്രണ്ടിലെ വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യും. അതിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൂടും. അങ്ങനെയുള്ള റഡാർ വെച്ച് സെൻസ് ചെയ്യുന്ന കുറേയധികം ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണത്തിനേക്കാളും കൂടുതൽ. അതെ. അതും ഈ ഒരു സെഗ്മെന്റിൽ മാരുതിയുടെ ലൈനപ്പിൽ
കൊടുത്തിട്ടില്ല. മാരുതി ഇതുവരെ എയ്ഡാസ് എന്നൊരു സാധനത്തെ ടച്ച് ചെയ്തിട്ടില്ല. ഈ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് പനോരമിക് സൺറൂഫ് പോലുള്ള കാര്യങ്ങളും പ്രീവിയസ് ഇയർ 2024 ഗ്രാൻഡ് വിറ്റാരയിലൊക്കെയാണ് മാരുതി കൊടുത്തത്. അതിനു മുന്നേ മറ്റുള്ള ഈ ക്രെറ്റ പോലുള്ള വാഹനങ്ങളെല്ലാം ഫീച്ചേഴ്സ് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുമ്പോഴും മാരുതി കൊടുത്തിട്ടില്ല. പക്ഷേ 2025 ഈ ഒരു വാഹനം വന്നപ്പോൾ എയ്ഡാസ് മാരുതി ഇതുവരെ കൊടുത്തിട്ടില്ല. എയ്ഡാസ് അതും ഈ ഒരു ഫസ്റ്റ് വിക്ടോറിയസിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് പ്രതീക്ഷകളാണ് വിക്ടോറിയസ് തരുന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വിക്ടോറിയസിനെ പറ്റി പറയുമ്പോൾ കെവിന്റെ ഒരു സന്തോഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സന്തോഷം ചുമ്മാ ഉള്ള സന്തോഷമല്ല, അത് ഫീൽ ചെയ്തിട്ട് ഉണ്ടായ സന്തോഷം തന്നെയാണ് കേട്ടോ. റേഡിയോയിൽ പാട്ടാണ് വരുന്നത്. നമ്മൾ വിക്ടോറിയസിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. നമ്മൾ റേഡിയോയിലെ വിക്ടോറിയസിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. മാരുതി വളരെയധികം സന്തോഷത്തോടെ അഭിമാനത്തോടെ പുറത്തിറക്കി ഇപ്പോൾ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വിക്ടോറിയസിന്റെ പ്രത്യേകതകളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ആളുടെ പേര് കെവിൻ ആണ്. കെവിൻ, അപ്പോൾ നമ്മൾ എയ്ഡാസിനെ പറ്റി മാത്രമേ പറഞ്ഞുള്ളായിരുന്നു. ഇതല്ലാതെ ഇപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണ്, അല്ലെങ്കിൽ മാരുതി ഇതുവരെ പുറത്തിറക്കിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സോടെ പുറത്തിറക്കാൻ പോകുന്ന അല്ലെങ്കിൽ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് വിക്ടോറിയസ് എന്ന് പറഞ്ഞു. ഇത് എന്തൊക്കെയാണ്? ഒരറ്റം മുതൽ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. എന്തൊക്കെയാണ് നമുക്ക് ഈ മാരുതി തരുന്നത്? ഫീച്ചേഴ്സ്, നിരവധി ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതായത് മാരുതിയുടെ മറ്റു മോഡൽസിലൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കൈൻഡ് ഓഫ് ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വണ്ടിക്കകത്ത് കയറി വണ്ടി ഒന്ന് കയറി കാണാൻ തന്നെ ഉണ്ട്. അതെ, തീർച്ചയായിട്ടും വണ്ടി പഠിക്കാൻ തന്നെ ഉണ്ട്. വണ്ടി ഒന്ന് പഠിച്ചെടുക്കാൻ സമയം എടുക്കും. അതെ, ഒന്ന് ലെവൽ 2 എയ്ഡാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. പുതിയൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ഡിജിറ്റലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നോർമലി മാരുതിയുടെ വാഹനങ്ങളെല്ലാം ഒരു 2 കൊമ്പുള്ള ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു അനലോഗ് ഡിജിറ്റലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ അത് ഫുള്ളി കംപ്ലീറ്റ് ഡിജിറ്റലായിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു മൊബൈൽ വെച്ചിട്ട് മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കുന്ന പോലെ തന്നെയാണ് ആ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരും. പിന്നെ ഹർമൻ ഇൻഫിനിറ്റി മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതെ അതെ, ഇതുവരെ മാരുതി അങ്ങനെ ഒരു ഇതിലേക്ക് പോയിട്ടില്ല. അതെ 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 അതെ. ഇതില് മ്യൂസിക് എക്സ്പീരിയൻസും ഒരു തിയേറ്ററിക് എക്സ്പീരിയൻസുമാണ് മാരുതി ഓഫർ ചെയ്യുന്നത്. നല്ലൊരു മ്യൂസിക് സിസ്റ്റം, ഗംഭീര മ്യൂസിക് സിസ്റ്റം, ഒന്നും പറയാനില്ല, ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യാനില്ല. അതെ അതെ അതെ. അതിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും അതിന്റെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഒക്കെ ഗ്രാൻഡ് വിറ്റാരയിൽ പോലും ഇല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് കുറച്ചുകൂടി ഒരു ഫൈൻ ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത്. സോ മേ ബി എനിക്ക് തോന്നുന്നത് ഇത് ഈ ഒരു അപ്ഡേറ്റ്സ് എല്ലാം തന്നെ മറ്റ് വാഹനങ്ങളിലേക്കെല്ലാം ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടെയിൽ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ബൂട്ട് ഡോർ മാരുതി ഇതുവരെ കൊടുത്ത ഒരു രീതിയല്ല കൊടുത്തിരിക്കുന്നത്. നമുക്ക് കീയില് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. ജസ്റ്റർ കൺട്രോൾ, കാല് കൊണ്ട് നമ്മൾ ബൂട്ടിന്റെ താഴെ ഒന്ന് കിക്ക് ചെയ്യുകയാണെങ്കിൽ, ജസ്റ്റ് ഒന്ന് വേവ് ചെയ്യുകയാണെങ്കിൽ ബൂട്ട് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. ഇതൊക്കെ കാണാൻ മാത്രമുണ്ടല്ലോ. അതായത് ഞങ്ങളുടെ സങ്കല്പത്തിലെ മാരുതിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഞാനിപ്പോ ആലോചിക്കുന്നത്. യെസ്, നമ്മുടെ സങ്കല്പത്തിലെ മാരുതി അല്ല, പുതിയ മാരുതിയാണ്. മാരുതി ഇതൊരു പുതിയ മാരുതി, പുതിയൊരു ലോകം. അതെ, അതും ഈ ഒരു സെഗ്മെന്റ് മാരുതി അവകാശപ്പെടുന്നത് ഈ സെഗ്മെന്റിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും തന്നെ മറ്റു കോമ്പറ്റീറ്റർ മോഡൽസിലൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ മറ്റുള്ള വാഹനങ്ങളിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കാം എന്നുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഫീച്ചേഴ്സ്, വളരെയധികം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസൈൻ മാറിയിട്ടുണ്ട്. മാരുതിയുടെ വാഹനങ്ങൾ നമ്മൾ കാണുന്ന ഒരു ഡിസൈൻ അല്ല കൊടുത്തിരിക്കുന്നത്. ഒരു ജർമ്മൻ വാഹനങ്ങളോടൊക്കെ സാമ്യം തോന്നുന്നു. അതെ, ആ ഒരു ട്രാക്ക് പിടിക്കുന്ന രീതിയിലാണ്. സൈഡ് പ്രൊഫൈലൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഇത് മാരുതിയുടെ വണ്ടിയോ അല്ല എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഫ്രണ്ടിൽ നോക്കുമ്പോൾ ശരിയാണല്ലോ മാരുതിയുടെ വണ്ടിയാണല്ലോ, ഇങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ആ ഒരു ഡിസൈൻ. കലക്കൻ ഡിസൈനാണ്. ഞാനും നേരിട്ട് കണ്ടിട്ടില്ല, 1-2 പടങ്ങളിൽ. പിന്നെ കെവിന്റെ വീഡിയോയിലൊക്കെയാണ് നമ്മൾ വണ്ടി കണ്ടേക്കുന്നത്. കണ്ടപ്പോൾ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടാണ്. മൊത്തത്തിൽ ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ പാകത്തിനുള്ള പല എലമെന്റ്സും നിറച്ചു. ഒരാൾക്കല്ല, ആക്ച്വലി നമുക്ക് പ്രസന്റേഷൻ വാഹനത്തിന്റെ ഒരു ഓവർവ്യൂ അവർ തരും. അവര് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് ജെൻസികൾക്ക് വേണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. ജെൻസികൾക്ക് വേണ്ടി ഒരു വാഹനം ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ആ ഒരു രീതിയിലാണ് മാരുതി ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഇത്രയധികം ഫീച്ചേഴ്സ് അവർ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി. എന്തായാലും കമ്പയർ ചെയ്ത് അത്രത്തോളം ടെക്നോളജി പരമായി അത്രത്തോളം റിസർച്ച് നടത്തി വണ്ടി വാങ്ങിക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ജെൻസികൾക്ക് വേണ്ടി മാത്രം ഒരു വാഹനം ഇങ്ങനെ ആരും പറഞ്ഞ് ഒരു വണ്ടിയെ ഇറക്കിയിട്ടില്ല. അതിന്റെ ടാഗ് ലൈൻ ഗോട്ട് ഇറ്റ് ഓൾ എന്നാണ്. വിക്ടോറിയസ് ഗോട്ട് ഇറ്റ് ഓൾ, അങ്ങനെ ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിലെല്ലാം ഉണ്ട്, വേറൊന്നും വേണ്ട. ഈവൻ ഓഫ് റോഡ് പോകാനുള്ള ഒരു മോഡ്സ് വരെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ മോഡ്, നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചോദിക്കാനിരിക്കുവാണ്. എന്തായാലും റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് കെവിൻ ഈ ഒരു വിക്ടോറിയസിലേക്ക് എത്തിയത് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഇനി ചോദിക്കാൻ പോകുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage.
റേഡിയോയിൽ മുഴുവൻ വിക്ടോറിയസ് കഥകളാണ് കേട്ടോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചധികം സമയമായിട്ട് മാരുതി പുറത്തിറക്കി എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വാഹനത്തെ പറ്റി തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെവിനപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുമ്പോഴേ ഞാൻ ഏറ്റവും ആദ്യം കെവിനെ പറ്റി ഒരു വലിയ ബിൽഡപ്പ് ഒരു ഇൻട്രോ കൊടുത്തിരുന്നു. അത് കേട്ട എല്ലാവരും ഇങ്ങനെ ആലോചിക്കുന്നത് കെവിൻ എങ്ങനെയായിരിക്കും ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും വിക്ടോറിയസ് മറ്റു മനുഷ്യർ കാണുന്നതിന് മുമ്പ്. എനിക്ക് തോന്നുന്നു കേരളത്തിലേക്ക് വണ്ടി വരുന്നതിന് മുമ്പേ കെവിൻ വണ്ടി ഓടിച്ചു. അത് മാരുതി കെവിനെ വിളിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് വിക്ടോറിയസിലേക്ക് കെവിൻ എത്തുന്നത്? നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ടത് എവിടെ? അതൊന്ന് പറഞ്ഞേ. ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത് ജയ്പൂർ വെച്ചിട്ടാണ്. രാജസ്ഥാനിലായിരുന്നു വാഹനത്തിന്റെ ഡ്രൈവ്. നോർമലി എല്ലാ മാനുഫാക്ചേഴ്സും വാഹനത്തിന്റെ ഡ്രൈവ് വെക്കുന്നത് ഏതെങ്കിലും ഒരു മെയിൻ സിറ്റീസിലായിരിക്കും. ചിലപ്പോൾ അത് ബാംഗ്ലൂർ ആകാം, ചിലപ്പോൾ മുംബൈയിലാകാം. ഈവൻ MG ഒക്കെ നമുക്ക് ആസാമിലൊക്കെ ഡ്രൈവ് വെച്ചിട്ടുണ്ട്. ദെൻ ഡൽഹിയിൽ വെച്ചിട്ടുണ്ട് ഡ്രൈവ്. അപ്പം ഓരോ വാഹനങ്ങളും ഓരോ മാനുഫാക്ചേഴ്സും ഓരോ സ്ഥലത്താണ്. മേ ബി ചിലപ്പോൾ അവർക്ക് ആ ഒരു സിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെ പല കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അവർ നേരത്തെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യും. നിങ്ങളുടെ ഡേറ്റ്സ് ബ്ലോക്ക് ചെയ്യണം, ഇന്ന ഡേറ്റിൽ നമുക്ക് മെയിൽ ഒഫീഷ്യലി അവരിടും, മാരുതി നിന്ന് മെയിൽ ഇടും. അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. ബ്ലോക്ക് യുവർ ഡേറ്റ് September 15 to 17. ബ്ലോക്ക് യുവർ ഡേറ്റ്, ഇത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, ലൊക്കേഷനും ഇല്ല, ഒന്നുമില്ല. അപ്പം സംതിങ് ഈസ് എക്സൈറ്റിംഗ് ഈസ് കമ്മിങ് ഓർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം. ഒരു എക്സൈറ്റ്മെന്റ് വേണമല്ലോ അല്ലേ? അതെ. എല്ലാ കാര്യവും പറഞ്ഞിട്ട് വിളിച്ചാൽ അതിനകത്ത് എന്താ ത്രില്ല്. അതെ. ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അവരുടെ മോഡൽ ഡിസ്ക്ലോസ് ചെയ്യില്ല, കാര്യം അത് ലീക്ക് ആവും. എന്തിനാണ് വിളിക്കുന്നതെന്നും പറയില്ല. അപ്പോൾ ഒരു 15-16 നമുക്ക് ഡേറ്റ് ഉള്ളതെങ്കിൽ ഒരു 14-ാം തീയതി ഒക്കെ ആകുമ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടി ഏത് വാഹനമാണെന്ന്. പക്ഷേ വിക്ടോറിയസിന് നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് വിറ്റാരയുടെ ഗ്രാൻഡ് വിറ്റാര ഇലക്ട്രിക് കുറെ നാളായിട്ട് വിറ്റാര ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. ബട്ട് ഞാൻ വിചാരിച്ചത് വിറ്റാരയുടെ ഇൻവിറ്റേഷൻ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിന്റെ ഇടയ്ക്ക് മാരുതി വിക്ടോറിയസ് പെട്ടെന്ന് കൊണ്ട് ലോഞ്ച് ചെയ്തു. ഭയങ്കര ഹൈപ്പായി, നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആയി. നേരെ രാജസ്ഥാനിലേക്ക് ഇവന്റ് നടക്കുന്നിടത്താണ് ജയ്പൂരിലായിരുന്നു. അവിടെയായിരുന്നു എക്സ്പീരിയൻസ്, അവിടെയായിരുന്നു ഡ്രൈവ്. സോ ചെന്നു, നമ്മൾ വാഹനം കണ്ടു. വാഹനം കാണുമ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് സ്റ്റിൽ ഇപ്പോഴും ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മളിങ്ങനെ രാജസ്ഥാനിൽ ലോഞ്ച് ചെയ്ത് എന്തായിരിക്കും ഞാനും ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അതിനെന്തെങ്കിലും കാരണമുണ്ടോ? അതിന് ചിലപ്പോ ബ്രാൻഡിന് അതിനായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം. രജപുത്താന, രാജാക്കന്മാരുടെ നഗരം, രാജനഗരം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരിടത്ത് രാജകീയമായി ലോഞ്ച് ചെയ്യാനുള്ളത് കൊണ്ടായിരിക്കണം. വിക്ടോറിയസ് എന്നുള്ള ഒരു വേർഡ് നോക്കുന്ന സമയത്തും അതൊരു വിജയിക്കാനായിട്ടുള്ള ഒരു വാഹനമായിട്ടാണ് മാരുതി കാണുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു പേര്. ഇന്ത്യയിൽ തന്നെ ഇത്രത്തോളം ചരിത്രം ഉറങ്ങുന്ന ഒരു സ്റ്റേറ്റിൽ വെച്ച് ഇത് നടത്തണമെങ്കിൽ അവർക്ക് ഒരുപാട് ചിന്തകൾ ഉണ്ടായിട്ടുണ്ടാകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നടത്തായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്. എന്നിട്ട് കണ്ടുമുട്ടിയതിന് ശേഷമുള്ള കഥ പറയൂ. കണ്ടുമുട്ടിയതിന് ശേഷം നമ്മൾ ചെല്ലുന്നു. വാഹനത്തിന്റെ ബ്രീഫിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പ്രസന്റേഷൻ ഉണ്ടാവും. കറന്റ്ലി നിങ്ങളെ പോലെ എത്ര പേര് ഈ പരിപാടിയിൽ പങ്കെടുക്കും? നമ്മളെ പോലെ ഒരു മേ ബി ഒരു 100-110 ആൾക്കാരുണ്ടാവും. അതെ, മറ്റുള്ള ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റും മറ്റ് മെയിൻ പബ്ലിക്കേഷന്റെ ആൾക്കാരും നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരു 5-6 ആൾക്കാർ. അത്രയും പേരേ ഉള്ളൂ കേരളത്തിൽ നിന്ന്. അതെ. നമ്മളിപ്പോ സാധാരണ ഇങ്ങനെ ഓട്ടോമൊബൈൽ റിവ്യൂ പരിപാടികൾ ചെയ്യുന്ന ബ്ലോഗർമാർ അങ്ങനത്തെ കാറ്റഗറി ആളുകളൊന്നും ഉണ്ടാകില്ല. ശരി. മാരുതി ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ നമ്മളാണോ നോട്ട് ദ പോയിന്റ്. മാരുതി ഇൻവൈറ്റ് ചെയ്യുന്നു, നമ്മളായിട്ട് ചെല്ലുന്നു, ചേട്ടാ എന്നെ ഇതിനകത്തൊന്ന് കയറ്റി കാണിക്കും, അങ്ങനെയല്ല. എന്നിട്ട് ആ ബ്രീഫിംഗ് കഴിഞ്ഞിട്ട് നമ്മളിലേക്ക് വണ്ടി തരും. അതെ, നമുക്ക് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ചെല്ലുന്നു. അന്ന് ഒരു ഉച്ചയോടുകൂടി നമ്മളവിടെ രാജസ്ഥാനിലെത്തുന്നു. സോ അതിനുശേഷം അവിടുത്തെ ബ്രീഫിങ്ങും ബാക്കിയുള്ള മീഡിയ സെലിബ്രേഷനും അവിടുത്തെ കുറേ പ്രോഗ്രാംസും ഒക്കെ ഉണ്ടാവും. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ രാവിലെ ഒരു 7 മണിക്ക് നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3 മണിയായപ്പോൾ ഡ്രൈവ് എൻഡ് ചെയ്തു. ശരി. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി അത്രത്തോളം എണ്ണം ഉണ്ടോ? എല്ലാവർക്കും എല്ലാ വേരിയൻസും ഉണ്ടാവും. നമുക്ക് വണ്ടി സ്വാപ്പ് ചെയ്യാം. നമുക്ക് ഓൾറെഡി വണ്ടി നേരത്തെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാം ഹൈബ്രിഡ് ആണോ, മാനുവൽ ആണോ, ഓട്ടോമാറ്റിക് ആണോ, CNG ആണോ. നമ്മൾ അവരുടെ അടുത്ത് പറയണം നമുക്ക് എല്ലാ മോഡൽസ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. സോ നമുക്ക് ആ ഒരു ടൈമിൽ എല്ലാ വാഹനവും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആസ് എ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്കുണ്ടാവും. വലിയ അഭിമാന നിമിഷമാണല്ലോ. മറ്റു മനുഷ്യരെല്ലാം ഓടിക്കുന്നതിന് മുമ്പ്, അത് ഇത് വിൽക്കുന്ന കച്ചവടക്കാർക്ക് കിട്ടുന്നതിന് മുൻപ് കമ്പനി നേരിട്ട് നമുക്ക് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്. എന്നിട്ട് വാഹനം നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ജയ്പൂരിന്റെ നിരത്തിലൂടെ വാഹനം ഓടിക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? എന്താണ്? വാഹനം ഒരു സോളിഡ് വാഹനമാണ്. ആൻഡ് നല്ല സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട് ഈ ഒരു വാഹനത്തിന്. അതെല്ലാം നമ്മൾ ആ ഓടിക്കുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യും. അപ്പോ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളും അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ഭംഗിയുള്ള ഒരു ലാൻഡ്സ്കേപ്പ് തന്നെയാണ് രാജസ്ഥാനിലുള്ളത്. അങ്ങനത്തെ ഇടം നോക്കി, കാരണം നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ കൂടിയാണല്ലോ. തീർച്ചയായിട്ടും നല്ല ഫ്രെയിമുള്ള ഇടത്തുകൂടി വണ്ടി ഓടിച്ചാലുള്ളത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇവര് ലൊക്കേഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രസന്റേഷൻ ഉണ്ടാവും. നിങ്ങൾക്കൊരു 10 ലൊക്കേഷൻസ് തരും. നമുക്ക് അവര് പ്രസന്റേഷൻ ആയിട്ട് തരും. ഇവിടെ പോകാം, ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന വ്യൂ കിട്ടും, ഇന്ന ഇതിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. നമ്മളെല്ലാം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോയാൽ മാത്രം മതി. ബാക്കി എല്ലാ കാര്യങ്ങളും
അപ്പൊ ഇവരുടെ എത്രത്തോളം പ്ലാൻഡ് ആണ് ഈ ഫംഗ്ഷൻ Yes, നമ്മള് ആലോചിക്കുവരുന്നേ. യെസ്, വളരെയധികം പ്രീ പ്ലാൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ആൻഡ് നമുക്കൊരു സപ്പോർട്ടിങ് ഒരു കാറും ഉണ്ടാവും, ഒരു അവിടുത്തെ ലോക്കൽ ഒരു ഡ്രൈവറും ഒരു കാറും ഉണ്ടാവും. ഇൻ കേസ് നമ്മൾ ലോസ്റ്റ് ആകുകയാണെങ്കിൽ നമ്മളെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം, അതായത് രാവിലെ 7 തൊട്ട് വൈകിട്ട് 3 വരെ നമ്മുടെ കൂടെ ഒരു ഇന്നോവ ഉണ്ടാവും. ഇന്നോവ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ടാവും. നമ്മൾ വിക്ടോറിയസ് നോക്കി പോകുമ്പോൾ അത് രണ്ടും നോക്കാം, വേറൊരാൾ നമ്മുടെ പുറകെ ഉണ്ടാവും. ഇത് കേൾക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ആദ്യമായിട്ടാണ് ഞാനും കേൾക്കുന്നത്. എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും വാഹനപ്രേമികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഇനിയുണ്ട്. റേഡിയോയിൽ പാട്ടാണ് വരുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. നമ്മൾ വിക്ടോറിയസിനെ പറ്റിയാണ് കേട്ടോ റേഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അപ്പോൾ വിക്ടോറിയസിന്റെ ഓരോരോ ഫീച്ചേഴ്സ് പറയും തോറും അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കണം. മാരുതി വൻ ലെവലാണല്ലോ, അല്ലെങ്കിൽ മാരുതി മാറുകയാണല്ലോ എന്നൊക്കെ. ഒരു വൗ ഫാക്ടർ ഉണ്ട്, ഒരു വൗ ഫാക്ടർ എല്ലാത്തിലും. ഏത് കാര്യം അറിയുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ ആൻഡ്രോയിഡ് ഫോണൊക്കെ ഇറങ്ങിയ കാലത്ത് നമ്മുടെ കയ്യിലേക്ക് ഫോൺ കിട്ടുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ പാടില്ലാതെ ഇത് നോക്കുന്ന ഒരു അവസരമുണ്ട്. അതുപോലെ മാരുതിയുടെ ഇപ്പോൾ വിക്ടോറിയസിന്റെ കീ ഇട്ടിട്ട് നമ്മൾ അതിന്റെ അകത്ത് കയറുമ്പോൾ മുതൽ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയുണ്ടോ? അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ കെവിൻ മാരുതിയുടെ ചില വാഹനങ്ങളെ പറ്റി പരക്കെയുള്ള ഒരു പരാമർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശം പരാമർശമാണ്. എന്നാലും അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എന്നാലും പരാമർശം എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ ഇതിൽ അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ പൊടിഞ്ഞു പോകും. വലിയ കട്ടിയൊന്നുമില്ലാത്ത, അതായത് വില കുറയ്ക്കാൻ വേണ്ടി മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുന്നു. ഇങ്ങനെ കുറേ പരാമർശം പലയിടത്തും ഉണ്ട്. നമ്മളതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വസ്തുതയിലേക്ക് പോകുന്നില്ല. വിക്ടോറിയസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പരാമർശത്തിന് സാധ്യതയുണ്ടോ? എന്താണ് ബിൽഡ് ക്വാളിറ്റിയെ പറ്റി എങ്ങനെയാണ് പറയാനുള്ളത്? അതായത് എനിക്ക് തോന്നുന്നത് കുറെ നാൾക്ക് ഇങ്ങനെ ഒരു പരാതികളൊക്കെ കിട്ടിയതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ ഒരാളുടെ ഒരു പ്രതീതിയാണ് വിക്ടോറിയസിനുള്ളത്. അതായത് ഗ്ലോബൽ എൻക്യാപ്പ്, ഭാരത് എൻക്യാപ്പ്, അതായത് ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യയിലെ വാഹനങ്ങളുടെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഭാരത് എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് എന്നാണ് അതിനെ പറയുക. അപ്പോൾ വാഹനങ്ങളുടെ ഒരു ഇടിപരിശോധനയാണ്. വാഹനങ്ങളെ ഒന്ന് ഇടിച്ച് പരിശോധിച്ചിട്ട് അതിന്റെ സേഫ്റ്റി റേറ്റിംഗ് കൊടുക്കും. 5 സ്റ്റാർ ആണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള വാഹനത്തിന് കൊടുക്കുന്നത്. അത് ഭാരത് എൻക്യാപ്പ്. ഗ്ലോബൽ എൻക്യാപ്പ് ഉണ്ട്. അതായത് മറ്റ് ഗ്ലോബൽ എൻക്യാപ്പ് എന്ന് പറയുമ്പോൾ ആഗോളതലത്തിലുള്ള ഒരു ടെസ്റ്റാണ് വരുന്നത്. ഭാരത് നമ്മുടെ ഇന്ത്യയിലുള്ള വാഹനങ്ങൾ മാത്രമേ ടെസ്റ്റ് ചെയ്യാറുള്ളൂ. ഗ്ലോബൽ എൻക്യാപ്പിലും ഭാരത് എൻക്യാപ്പിലും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് വിക്ടോറിയസ്. എനിക്കൊന്നും മാരുതിക്ക് ഇത് ഭയങ്കര അത്ഭുതമായിരിക്കും. ഡിസയർ ആണ് ലാസ്റ്റ് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനം. അതിനുശേഷം വിക്ടോറിയസിനാണ്. മാരുതിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. ഇനിയിപ്പോ ഇമാതിരി കഥകളൊന്നും ഞങ്ങളെ പറ്റി പറയാൻ ആരില്ലടാ. ഇനി എന്ത് കുറ്റം ബാക്കി എല്ലാവരും പറയുന്നതായിരിക്കും മാരുതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അതുകൊള്ള അത് അതിൽ ഹൈലൈറ്റ് ഉള്ളത് ഏറ്റവും സേഫ്റ്റി റേറ്റിംഗിൽ ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. ഓരോ പോയിന്റ്സ് കിട്ടും. ഓരോ വാഹനത്തിന്റെ ഭാഗങ്ങൾക്കും ഇമ്പാക്ട് കിട്ടുന്നതിനനുസരിച്ച് ഓരോ പോയിന്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പോയിന്റ്സ് കിട്ടിയ ഒരു വാഹനമാണ് വിക്ടോറിയസ്. ഈവൻ മഹീന്ദ്രയുടെ സ്കോർപിയോക്കാട്ടിലും പോയിന്റ്സ് ഉണ്ട് വിക്ടോറിയസിന്. ശരി. ഇതൊക്കെ മറ്റു വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്ത് ഇതിന്റെ സേഫ്റ്റി റേറ്റിംഗ് അറിയുമ്പോഴാണ് നമുക്ക് അങ്ങനെയാണല്ലേ. അത് കൊള്ളാം, അത് കലക്കിയിട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഓക്കെയാണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഓക്കെയാണ്. അത് ഈവൻ നമുക്ക് ഓഫ് റോഡ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പ്രോപ്പർ ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു ട്രാക്ഷൻ മോഡ്സ് ആണ്, ടാറില്ലാത്ത വഴികൾ. അത് മാരുതി ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ട്രാക്കുകളാണ്. അപ്പൊ അവിടെ നമ്മൾ ഈ വാഹനം ഓടിച്ചു. അത് നമ്മളൊരു വലിയൊരു ഡിപ്പിനകത്തൊക്കെ വാഹനം ഓടിച്ചു. ഒരു ഡിപ്പിനകത്ത് കയറി ഇറങ്ങുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ആ വാഹനത്തിന്റെ ഒരു സ്റ്റെബിലിറ്റിയും അതിന്റെ ഒരു റിജിഡ്നെസ്സും നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. കൃത്യമായിട്ട് ഫീൽ ചെയ്തതാണ്. അത് ഫീൽ ചെയ്ത ആള് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലും കാര്യങ്ങൾ ഓക്കെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കുറച്ച് മേഖല കൂടി നമുക്ക് സംസാരിക്കാനുണ്ട്. തീർച്ചയായിട്ടും വിക്ടോറിയസിനെ പറ്റി പറഞ്ഞിട്ടേ തീരുന്നേ ഇല്ല, അത്രത്തോളം ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ടായിരിക്കും. പാട്ടാണ് വരുന്നത് റേഡിയോയിൽ. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. മാരുതി ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയ വിക്ടോറിയസിനെ പറ്റിയുള്ള കഥകളാണ് റേഡിയോയിലൂടെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ കെവിൻ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമ്പോൾ കെവിൻ വിക്ടോറിയസ് ആദ്യമായിട്ട് ഓടിച്ച അനുഭവത്തിൽ നിന്ന് ഞാൻ തിരിച്ചു പോന്നിട്ടില്ല. ഞാൻ വീണ്ടും കെവിൻ രാജസ്ഥാനിലേക്ക് പോകണം. ജയ്പൂരേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഇവന്റിനെ പറ്റി പറഞ്ഞല്ലോ. റോഡിലൂടെ കെവിൻ വാഹനം ഓടിച്ചതിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ കെവിൻ പറഞ്ഞു ഓഫ് റോഡ് ഒരു ട്രാക്ക് മാരുതി ഇതിനുവേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കെവിൻ അതിന്റെ വീഡിയോസ് ഒക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടോ. അതായത് ആ ഓഫ് റോഡ് ട്രാക്കിന്റെ ഒരു സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പലതരത്തിലുള്ള ഒബ്സ്ട്രക്കിൾസ് നിറഞ്ഞ ഒരു വൻ ട്രാക്കാണ്. അതായത് ചില മത്സരങ്ങൾക്ക് ഇടുന്നത് പോലത്തെ ട്രാക്ക് ഇതുപോലെ പുതിയ വണ്ടി എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. ഇതിനകത്ത് വണ്ടി ഓടിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒട്ടും എളുപ്പമല്ല ഇതിലൂടെയൊക്കെ ഈ ട്രാക്ക് ഇത് കവർ ചെയ്ത് പോരാൻ. അങ്ങനെ നോക്കുമ്പോൾ മാരുതി
ഓഫ് റോഡിനൊക്കെ വേണ്ടി മാത്രം എന്ന രീതിക്ക് ഇറക്കിയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജിംനിയോളം വരുമോ, അല്ലെങ്കിൽ ജിംനിയേക്കാൾ വരുമോ? എന്താണ് അവസ്ഥ, എന്താണ് സാഹചര്യം? താറോക്സ് ഒക്കെ ഒരിടത്ത് ഇതുപോലെ ആധിപത്യം പുലർത്തുന്ന മേഖലയിൽ ഈ ഓഫ് റോഡിലേക്കൊക്കെ നമ്മുടെ വിക്ടോറിയസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ഒരു പ്രോപ്പർ ഒരു ഓഫ് റോഡർ വാഹനമായിട്ടല്ല വിക്ടോറിയസ് വരുന്നത്. ജിംനി ഒരു 4x4 ഓൾ ഗ്രിപ്പ് എക്സ്പീരിയൻസ് വരുന്ന ഒരു വാഹനം തന്നെയാണ്. സോ ഇതും ഓൾ ഗ്രിപ്പ് ആണ്, പക്ഷെ ഒരു 4x4 ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് ഇതിൽ വരുന്നില്ല. ട്രാക്ഷൻ മോഡ്സ് മാത്രമേ വരുന്നുള്ളൂ. അതായത് റോഡല്ലാത്ത കുറച്ച് ടെറൈൻസിൽ കല്ലും മണ്ണും നിറഞ്ഞ അല്ലെങ്കിൽ ഒരു സ്ലഷ് ഉള്ള ഏരിയാസിലോ അല്ലെങ്കിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള പോട്ട് ഹോൾസ് ഉള്ള ഏരിയയിലോ ഒന്ന് 25 ഡിഗ്രി വാഹനം ഒന്ന് ചരിച്ചൊന്ന് പോകണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന, അവിടെ ട്രാക്ഷൻ കിട്ടുന്ന, അത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഓൾ ഗ്രിപ്പ് എക്സ്പീരിയൻസ് ട്രാക്ഷൻ മോഡ്സ് ആണ് വിക്ടോറിയസിലുള്ളത്. ഓക്കെ, നമ്മുടെ നാട്ടിലെ അത്യാവശ്യം എല്ലാ റോഡുകളുടെയും പോകുമെന്ന് വിചാരിച്ചോളൂ. നമ്മുടെ നാട്ടിലെല്ലാം അതെ നമുക്കുണ്ടല്ലോ ഇത്തരം റോഡ് എക്സ്പീരിയൻസ്, നമുക്ക് നാട്ടിൽ ഒരുപാടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റും. അതെ അതെ, നമ്മൾ ട്രാക്ക് ഒന്നും കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ്ട. അവിടെ അപ്പോ ഈ ഒരു ട്രാക്ക്, ഞാൻ ട്രാക്കിന്റെ വീഡിയോ ഉണ്ടതുകൊണ്ട് ചോദിക്കുവാണ്. ഇപ്പോൾ ജയ്പൂർ ഇവരൊരു വലിയ ഏരിയ എടുത്തിട്ട് ഇങ്ങനെ വാഹനങ്ങൾ ലോഞ്ച് നടക്കുമ്പോൾ ഇത്തരം ട്രാക്ക് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് ശരിക്കും. എന്നിട്ട് എല്ലാ നാട്ടിലും ഇപ്പൊ കെവിനെ പോലെ ഇന്ത്യയിൽ നിന്ന് വിവിധയിടങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ വന്ന് ഇത് ഫീൽ ചെയ്തിട്ട്, ഈ ഫീല് ആണല്ലോ മറ്റുള്ളവരോട് പറയുന്നത്, അതാണല്ലോ വാഹനങ്ങളുടെ കച്ചവടമായിട്ട് മാറുന്നത്. അപ്പോ എങ്ങനെയാണ് ഇതുപോലെ ഓഫ് റോഡ് ട്രാക്കിലൊക്കെ ഇതിനു മുൻപും വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ടോ? അതെ അതെ അതെ, നമുക്ക് മാരുതിയുടെ ജിംനിയുടെ ഇവന്റ്സ് നമുക്ക് ചെയ്യാറുണ്ട്. ഈവൻ നമ്മുടെ കോട്ടയത്തൊക്കെ നിരവധി ഓഫ് റോഡ് ക്ലബ്ബുകൾ ഒക്കെ ഉണ്ട്. നമുക്ക് മാരുതിയുടെ റോക്ക് ആൻഡ് റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫ് റോഡ് ചലഞ്ച് ഉണ്ട്. സോ അതിൽ ജിംനി കാറ്റഗറി മാത്രമാണ്. അതിൽ മോഡിഫൈഡ് ഉണ്ട്, സ്റ്റേജ് 1 മോഡിഫൈഡ്, നോർമൽ, അങ്ങനെയുള്ള കാറ്റഗറീസ് ഉണ്ട്. അതിൽ ലാസ്റ്റ് വാഗമണിലായിരുന്നു നമുക്ക് ഇവന്റ് നടന്നത്. യെസ്, ഐ തിങ്ക് ലാസ്റ്റ് ഒരു ജനുവരി 2024 ജനുവരി സമയത്ത് എന്തുവാണ് വാഗമണിലെ ഒരു എസ്റ്റേറ്റിലായിരുന്നു. സോ അതിൽ ജിംനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഭയങ്കര ഒരു കോമ്പറ്റീഷനാണ്. അത് ആ ടൈമിൽ നമ്മുടെ സാം കളരിക്കൽ എന്ന് പറഞ്ഞാൽ കോട്ടയത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഓഫ് റോഡർ ഒക്കെ ഉണ്ട്, പുള്ളി ഒക്കെ ഉണ്ടായിരുന്നു അതിൽ. യെസ്, അങ്ങനെ ഒത്തിരി ആൾക്കാർ, നമ്മുടെ സിനിമാ നടൻ പപ്പു സാറ് ഉണ്ടായിരുന്നു, ബിനു പപ്പു. യെസ്, അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഓഫ് റോഡിൽ കുറെ ആൾക്കാർക്ക് ക്രേസ് ഉള്ള ഒരു ഇതാണ്. അതിൽ ജിംനി അല്ലെങ്കിൽ മഹീന്ദ്ര ഒക്കെ ഓഫ് റോഡ് ഇവന്റ്സ് ഒക്കെ ഇങ്ങനെ നടത്താറുണ്ട്. അതിൽ ജിംനിയുടെ ആയിരുന്നു റോക്ക് ആൻഡ് റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് വാഗമണിൽ ഉണ്ടായിരുന്നു. സോ അവിടെ ട്രാക്ക് സെറ്റ് ചെയ്ത ടീം തന്നെയാണ് നമുക്ക് ജയ്പൂരിലും ഇപ്പോ നേരെ ഇപ്പോ ടാറില്ലാത്ത മൺവഴികളുള്ള പോലെ തന്നെ വലിയ കിടങ്ങുകളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് വേണ്ടി ഇറങ്ങി പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കണു, 24 ലക്ഷം രൂപ വരുന്ന മാർക്കറ്റിൽ ഇറങ്ങാത്തൊരു വാഹനമാണല്ലോ ഇതിനുവേണ്ടി ഇവർ തരുന്നതെന്ന് ഓർക്കുമ്പോൾ അതൊരു, നമുക്ക് അതിലൊരു 3-4 വണ്ടി ആ ഒരു ഒബ്സ്റ്റക്കിൾസ് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾ ഗ്രിപ്പ് എക്സ്പീരിയൻസ് ട്രാക്ഷൻ മോഡ്സ് ഉള്ള വാഹനം തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് വലിയൊരു കുഴി കുഴിച്ചിട്ടുണ്ട്. ഒരു 2 വിക്ടോറിയസ് ഒരുമിച്ച് കിടത്താൻ പറ്റുന്ന ഒരു വലിയ കുഴി, അത്ര ഹൈറ്റ് ഉണ്ട് ആ കുഴിക്ക്. ആ കുഴിയിലൂടെ നമുക്ക് കുഴി ഇറങ്ങി കയറി പോകണം. അതായത് വാഹനത്തിന്റെ അപ്രോച്ചറും ഡിപ്പാർച്ചർ ആംഗിളും. അത് ഓഫ് റോഡ് ഇപ്പം ജിംനിക്കൊക്കെ ഉള്ള ഒരു കേപ്പബിലിറ്റിയാണ്. ബമ്പർ അടിയിൽ മുട്ടാതെ ഈ ഒബ്സ്റ്റക്കിൾസിനെ ടാക്കിൾ ചെയ്യാന്നുള്ളതാണ് അപ്രോച്ചറും ഡിപ്പാർച്ചർ ആംഗിളും. അതായത് ബാക്കിലെ ബമ്പറും ഫ്രണ്ടിലെ ബമ്പറും ഒരിക്കലും ഇതൊരു സ്ലോപ്പാണല്ലോ, ആ സ്ലോപ്പിൽ ഒരയാതെ അല്ലെങ്കിൽ മുട്ടാൻ പാടില്ല. അപ്പൊ ആ രീതിക്കാണ് അതിന്റെ ബമ്പറും കാര്യങ്ങളും ഡിസൈൻ ചെയ്യുക. ആ ഏത് ഒബ്സ്റ്റക്കിൾസിൽ വന്നാലും ബമ്പറിന് ഡാമേജ് വരാൻ പാടില്ല, വാഹനം കയറി പോകണം. അതിനാണ് ഇങ്ങനത്തെ ഒരു കുഴി കുഴിച്ചിട്ട് നമ്മളെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് തരുന്നത്. ആൻഡ് നമുക്ക് ഇൻസ്ട്രക്ടർ ഉണ്ടാവും, ഇൻസ്ട്രക്ടർ പറഞ്ഞു തരും എങ്ങനെ ചെയ്യണമെന്ന്. സോ എന്നിട്ടാണ് നമ്മളത് ചെയ്യുക. നമുക്കൊരു അതിന് മുമ്പേ ഒരു ബ്രീഫിംഗ് അവർ തരും എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ എന്നാലും നമ്മൾ ഓടിച്ച് നമ്മൾ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു കേപ്പബിലിറ്റി മനസ്സിലാകും. വാഹനം എങ്ങും പവർ ലോസ് വരുന്നില്ല, ട്രാക്ഷൻ ലോസ് വരുന്നില്ല, വാഹനം ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കയറി പോകണം. അപ്പൊ അതൊരു ഫീൽ ചെയ്ത ആൾ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓഫ് റോഡിനും ഒരു ചെറിയ പരിപാടിക്കും ഇവൻ ഓക്കെയാണ്. നമ്മളിപ്പോ ജിംനി അല്ലെങ്കിൽ താർ റോക്സ് എന്നൊക്കെ ചുമ്മാ കമ്പയർ ചെയ്തതാണ്. ഈ കാറ്റഗറി അല്ല വിക്ടോറിയസ് നമുക്കറിയാം, എന്നാലും ഒരു മലയുദ്ധത്തിനും പറ്റും. അതെ, ഇവനെ കൊണ്ടും ചിലത് പറ്റും എന്നുള്ളതാണ് തെളിയിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാട്ട് വരുന്നുണ്ട്. നമുക്ക് ഏറെക്കുറെ നമ്മുടെ സമയം തീരാറായെങ്കിലും കഥകളും കാര്യങ്ങളും തീരുന്നില്ല. എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും അവസാന സെഗ്മെന്റിൽ പറയാനുള്ളത് എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാട്ടോ. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. മാരുതി വളരെയധികം സന്തോഷത്തോടെ പുറത്തിറക്കിയിട്ടുള്ള, അഭിമാനത്തോടെ പുറത്തിറക്കിയിട്ടുള്ള വിക്ടോറിയസിന്റെ കഥകൾ റേഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള വിഷയം സംസാരിക്കുമ്പോൾ നേരം പോകുന്നത് അറിയുന്നില്ലെന്ന് പറയില്ലേ, അതുപോലെയാണ് നമ്മളുടെ 2 മണിക്കൂർ സമയം ഏറെക്കുറെ ഇവിടെ തീരുമുണ്ടെങ്കിൽ. അപ്പോൾ കൊണ്ടുപോയി അതെ, വിക്ടോറിയസ് ഈ 2 മണിക്കൂർ വിക്ടോറിയസ് തൂക്കി അങ്ങനെ പറയണം. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ പല ഫീച്ചേഴ്സ് പറയുന്നു. അതോടൊപ്പം തന്നെ അത് വണ്ടി ഓടിച്ചതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കെവിൻ പറഞ്ഞു. ഇങ്ങനെ പോകുമ്പോൾ
പവറിന്റെ കാര്യം കൂടി പറഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നു. വിക്ടോറിയസിന്റെ പവർ എന്താണ് അവന്റെ പവർ? അവൻ പവർഫുൾ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ജാവ സിമ്പിൾ ആണ് പക്ഷേ പവർഫുൾ ആണ് പറയുന്നത് പോലെ ഇത് സിമ്പിൾ ഒന്നും അല്ല പക്ഷെ പവർഫുൾ ആണ്. അതെ, എക്സൈറ്റ്മെന്റിനുള്ള ഒരു വകയുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. ബിക്കോസ് ഗ്രാൻഡ് വിറ്റാരയിലും ആ ഒരു ബ്രസയിലൊക്കെ കണ്ടിരിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. 1.5 ലിറ്റർ 3 സിലിണ്ടർ ആണ്. സോ വലിയൊരു മാരക പവർ അല്ലെങ്കിൽ ഒരു റോ പവർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ടർബോ പെട്രോൾ അല്ല, നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 103 HP പവറും 139 Nm ടോർക്കും എഞ്ചിൻ പവർ ഫിഗേഴ്സ് പറയുകയാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ CNG വരുന്നുണ്ട്, സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നുണ്ട്, സ്ട്രോങ് ഹൈബ്രിഡ് വരുന്നുണ്ട്, മാനുവൽ, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടറും CVT-ലുമാണ് ട്രാൻസ്മിഷൻ നോക്കുന്ന സമയത്തും വരുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പോ മാരക പവർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന വേറെ വാഹനങ്ങളോട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നിലവിൽ നോക്കുമ്പോൾ ഇവൻ പവർഫുൾ. ഐ തിങ്ക് മാരുതി കൂടുതൽ പവർ കൊടുക്കാത്തത് ഈ ഒരു മൈലേജ് ഫിഗേഴ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് പറയാം. ഹൈബ്രിഡ് ടെക്നോളജി കൊടുത്തിരിക്കുന്നത് ഒരു CVT ട്രാൻസ്മിഷനിലാണ് കൊടുത്തിരിക്കുന്നത്. സോ അതൊരു 29 കിലോമീറ്റർ കിട്ടണമെങ്കിൽ ആ ഒരു എഞ്ചിൻ പവർ ഫിഗേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ റിലയബിലിറ്റി ഒക്കെ നോക്കുന്ന സമയത്ത് ടർബോ പെട്രോൾ കൊടുക്കുന്നതിലും ബെറ്റർ ടർബോ ഇല്ലാതെ എഞ്ചിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കാലങ്ങളോളം കിടന്നോളും. പ്രൂവൺ ആണ്. അതെ. നമ്മൾ മറ്റുള്ള ടർബോ വാഹനങ്ങളുടെ ഒരു റിലയബിലിറ്റി നോക്കുന്ന സമയത്ത്, കമ്പയർ ചെയ്യുന്ന സമയത്ത് ടർബോ ഇല്ലാത്ത വാഹനങ്ങൾ അല്ല ടർബോ പവർ ഇല്ലാത്ത വാഹനങ്ങൾ കുറച്ചുകൂടി റിലയബിൾ ആണ്. അതായത് ടൊയോട്ടയുടെ വാഹനങ്ങളൊക്കെ നമ്മളെപ്പോഴും പറയില്ലേ കിടന്നോളും. അതെ, ആ ഒരു മൂഡ് പിടിച്ചേക്കുവാണ്. അതെ. ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഏറെക്കുറെ എല്ലാ ഏരിയയും കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുവാണ്. അപ്പൊ ഇനി ഓവറോൾ ഒരു റൗണ്ട് അപ്പ് നടത്തി കഴിഞ്ഞാൽ കെവിന്റെ അഭിപ്രായത്തിൽ വിക്ടറി ആകുമോ? എന്താണ് അവസ്ഥ? തീർച്ചയായിട്ടും വിക്ടറി ആകും. നമ്മളിപ്പോൾ ഒരു കുറേ ലിസ്റ്റ് എടുക്കുക, അതിൽ എല്ലാ ബോക്സും ടിക്ക് ചെയ്യുന്ന ഒരു വാഹനമാണ് നമ്മൾ നോക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ഒരു വാഹനം തന്നെയാണ് വിക്ടോറിയസ്. എല്ലാ രീതിയിലും നമുക്ക് നോ പറയാനായിട്ട് ഒന്നുമില്ല. റിലയബിലിറ്റി ഉണ്ട്, സേഫ്റ്റി ഇല്ലെന്ന് പറഞ്ഞ ആൾക്കാർക്ക് സേഫ്റ്റി മറുപടി കൊടുത്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഉണ്ട്, ടെക് വൈസ് നോക്കുകയാണെങ്കിൽ അതുകൊണ്ട്, മൈലേജ് നോക്കുകയാണെങ്കിൽ അതുകൊണ്ട്, പ്രൈസ് നോക്കുമ്പോഴും നല്ലൊരു പ്രൈസിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡീലർഷിപ്പ്, സർവീസ് നെറ്റ്വർക്ക്, റീസെയിൽ വാല്യൂ, എന്ത് നോക്കിയാലും എല്ലാ ബോക്സും നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റും. അതെ, ഒന്നും ഒരു കുറ്റം പറയാനില്ല. അല്ല, നമ്മൾ ഓടിച്ചിട്ട് മനഃപൂർവ്വം കുറ്റം പറയണം. കുറ്റം പറയാനൊന്നുമില്ലാത്ത ഒരു പുതിയ വണ്ടി നിരത്തിലിറങ്ങിയതിന്റെ സന്തോഷത്തിലാണ് കെവിൻ. അപ്പോൾ മൊത്തത്തിൽ കൊള്ളാം. ഇതിപ്പോ എപ്പോൾ മുതൽ കിട്ടിത്തുടങ്ങും ആളുകളുടെ കയ്യിലേക്ക് എന്നുള്ളതിന് ഷോറൂംസിൽ വണ്ടി ഡിസ്പ്ലേക്ക് വന്നിട്ടുണ്ടാകും. ടെസ്റ്റ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകണം. എനിക്ക് തോന്നുന്നു ഒരു 2 മാസം 1.5 മാസത്തിനുള്ളിൽ 1 വീക്കിനുള്ളിൽ തന്നെ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം പിന്നെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ കോട്ടയത്തെ അല്ലെങ്കിൽ എറണാകുളത്തെ ഇടുക്കിയിലേക്ക് നിരത്തുകളിൽ വിക്ടോറിയസ് വിജയശ്രീ ലാളിതനായിട്ട് വരുന്നതും കാത്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം കെവിന് കമ്പനി ഒരു വണ്ടി കൊടുക്കും. ആ വണ്ടിയുമായിട്ട് സർക്കസ് ക്ഷേത്രത്തിൽ എപ്പോഴാണ് വരുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. കാരണം നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അപ്പൊ കെവിന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ റേഡിയോയിലാണെങ്കിലും പുതിയൊരു സെഗ്മെന്റ് ആണ് ഇത് തുടങ്ങിയത്. നമ്മൾ കുറച്ചധികം നാളുകളായിട്ട് ആലോചനയിൽ ഉണ്ടായിരുന്നെങ്കിലും എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ടെന്ന് ലാലേട്ടൻ ഇപ്പോ ഫാൽക്കെ അവാർഡ് കിട്ടിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ തന്നെ ഡയലോഗാണ്. അപ്പോ ആ ഒരു രീതിക്ക് അതിന്റെ സമയം ഇപ്പോഴാണ് റെഡിയായത്. കെവിനിലൂടെയാണ് അത് റെഡിയായത്. അപ്പൊ അതിന്റെ സന്തോഷം വിക്ടോറിയസിന് അതായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. നമ്മുടെ ഷോയും വിക്ടറി ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഉറപ്പായിട്ടും കെവിൻ. അപ്പോ നമ്മൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഒരുപാട് വാഹനങ്ങൾ ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. GST വന്നു, കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പൊ വാഹനപ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന 2 മണിക്കൂർ റേഡിയോയിൽ ആഴ്ചയിൽ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തൽക്കാലം ഞങ്ങൾ ടാറ്റ പറഞ്ഞു പോകുന്നത്. ഇതിന്റെ ഓഡിയോ വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ അവൈലബിൾ ആണ്. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പോസ്റ്റേഴ്സ് എല്ലാം നമ്മുടെ പേജിൽ പ്രൊഫൈലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ റേഡിയോ പേജൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് കിട്ടിക്കോളൂട്ടോ, ഞങ്ങൾ എത്തിച്ചു. ഓക്കെ. അപ്പോൾ കെവിൻ എല്ലാവിധ ആശംസകളും. അടുത്ത വാഹനം എവിടെ ലോഞ്ച് ചെയ്താലും കെവിനെ വിളിക്കും എന്നുള്ളത് ഉറപ്പാണ്. കെവിനെ വിളിച്ചു കഴിഞ്ഞാൽ കെവിൻ ഇവിടെ വരും എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് വീണ്ടും അടുത്ത വാഹനമായിട്ട് കണ്ടുമുട്ടാം. എല്ലാവരും വളരെ സേഫ് ആയിട്ട് വാഹനം ഓടിക്കട്ടെ. ഓക്കെ, ഉറപ്പായിട്ടും വളരെ സേഫ് ആയിട്ടും സുന്ദരമായിട്ട് വാഹനം ഓടിക്കുക. എല്ലാവർക്കും വാഹനപ്രേമികൾക്ക് പ്രത്യേകിച്ചും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.